ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് കുമ്പളങ്ങ എന്നുള്ളത്. അത് നമ്മൾ എപ്പോഴും പല രീതിയിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ തൊലി എന്തായാലും നമ്മൾ ഒഴിവാക്കാറല്ല പതിവ്. നമ്മൾ ജൈവവളത്തിന് വേണ്ടി മറ്റും അത് ഉപയോഗിക്കാറുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ തൊലി വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതുകൂടാതെ വേറെയും കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം. നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറുനാരങ്ങ വാങ്ങിയിട്ട് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്ലിം റാപ്പിൻ്റെ ഷീറ്റാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവില്ലേ, അതൊന്നും എടുത്താലും മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലെമൺ ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുക വെച്ചാൽ ഈ ഷീറ്റ് ഇതുപോലെ റോൾ ചെയ്ത് കവർ ചെയ്യാം. ഇതുപോലെ കവർ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ക്ലിം റാപ്പ് ആകുമ്പോൾ ഒട്ടും തന്നെ എയർ കിടക്കാത്ത രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു മിഠായിയൊക്കെ നമ്മൾ എങ്ങനെ ഒരു കവർ ഇതാക്കുന്ന അതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ക്ലോസ് ആയി കിട്ടും, എയറുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ദിവസം സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ചൂടുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നാണ് തൈര്, മോര്. എന്നിരുന്നാലും തന്നെ ഒരുപാട് പുളിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള തൈരോ മോരോ എന്താണെങ്കിലും തന്നെ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പുളിപ്പ് കുറയാനായിട്ടുള്ള ഒരു സൂത്രമാണ്. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ 2-3 തേങ്ങയുടെ പൂളെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് അങ്ങനെ വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ തേങ്ങ അതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ തേങ്ങ കടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം പുളിപ്പ് ആ തേങ്ങയിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. കടിക്കുമ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ അത്രയും പുളിപ്പ് തേങ്ങ വലിച്ചെടുക്കുകയും ചെയ്യും. തൈരിൻ്റെയും മോരിൻ്റെയും പുളിപ്പ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണേ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചകിരിനാരാണ് കേട്ടോ ഇത്. നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരല്പം എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ചകിരിനാര് വെച്ച് ഇതുപോലെ ബ്രഷ് ചെയ്യുന്ന മാതിരി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ദോശ നമുക്ക് വിട്ട് വരാതിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ വിട്ട് വരില്ല എന്നുള്ള പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ഉരച്ച് ക്ലീൻ ആക്കുന്ന അതേ ഒരു എഫക്റ്റാവും ഈ ഒരു ചകിരിനാര് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുക. കുറച്ച് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചകിരിനാര് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ദോശ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഇടയിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ദോശ ഒട്ടും തന്നെ കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്കിത് തൊലിയെല്ലാം ചെത്തിയെടുക്കണം. അത് തൊലി ചെത്തിയതിന് ശേഷം അതിന് കാമ്പ് നമ്മൾ കറി വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ തൊലിയാണ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ 2 രീതിയിൽ ഞാനിവിടെ ചെയ്യുന്നുണ്ട് കുമ്പളങ്ങയുടെ തോല് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയെല്ലാം എടുക്കുന്നുണ്ട്. നമ്മളൊന്നും തന്നെ വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ചെറിയ മൂക്കാത്ത കുമ്പളങ്ങ ആയത് കാരണം അതിൻ്റെ കുരു കൂടി ഞാൻ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള കുമ്പളങ്ങ ഉണ്ടല്ലോ, ബാക്കി വന്നത് നമ്മൾ എടുത്ത് വെക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നീരിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലോ നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ക്ലിം റാപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട്, അതായത് എയറൊന്നും കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കവർ ചെയ്യാം. ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനെന്ന് വെച്ചാൽ കൂടുതൽ ദിവസം കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അത് ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ നമ്മൾ കുമ്പളങ്ങയുടെ തൊലി ചെത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തൊലിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് ഇന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഞാനിത് തൊലി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള തൊലിയാണ് കേട്ടോ. എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ അരിയണം എന്നൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമുക്ക് ഇതൊന്ന് ഉണക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുമ്പളങ്ങയുടെ തൊലിയില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ്സ് നമുക്ക് ആ തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. വെറും 2 മിനിറ്റ് മാത്രം വേവിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം ഊറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഊറ്റിയെടുത്തിട്ടുള്ള കുമ്പളങ്ങയുടെ തൊലിയാണിത്. കണ്ടോ,
നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കളറൊക്കെ നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ നമ്മളെ ഇഷ്ടത്തിനുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. ഗരം മസാല വേണമെങ്കിൽ അതുവരെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി, ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും മുളക് പൊടിയും പെരുങ്കായമൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്തുന്നത് കുറച്ച് കോൺഫ്ലോർ മാവാണ് കേട്ടോ. കോൺഫ്ലോർ മാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദാപ്പൊടിയോ ഏതെങ്കിലും ഒന്ന്, ഞാൻ കോൺഫ്ലോർ മാവാണ് ചേർത്തുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. പെട്ടെന്ന് നമ്മൾ കനം കുറച്ച് അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ വെയിലിന് നമുക്കിത് ഉണങ്ങി കിട്ടും കേട്ടോ. ഈ മസാല പുരട്ടിയിട്ടുള്ളത് നമുക്കൊരൊറ്റ വെയിൽ കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഇങ്ങനെ വെറുതെയും കഴിക്കാൻ പറ്റും. ഇനി ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. ഞാൻ ബാക്കി വന്നിട്ടുള്ള കുമ്പളങ്ങയുടെ തൊലിയാണ് കേട്ടോ. അതൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് ഇനി കുമ്പളങ്ങയുടെ തൊലിയും ക്യാരറ്റും അതേപോലെ തന്നെ സ്വീറ്റ് കോണാണ് ഇപ്പോൾ ചേർത്തുന്നത്. നിങ്ങളുടെ കയ്യിൽ കുമ്പളങ്ങയുടെ തൊലീൻ്റെ കൂടെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കുമ്പളങ്ങയുടെ തൊലി മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ ഉള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് വെജിറ്റബിൾ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്താണ്ട് ക്യാരറ്റും കോണും ഈ കുമ്പളങ്ങയുടെ തൊലിയും കൂടി ഒന്ന് അരച്ചെടുക്കുക. ഈ അരച്ചിട്ടുള്ളത് ഞാനൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നിങ്ങൾക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ ഒക്കെ ചേർത്താട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർത്തുന്നത് ഒരു 2 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത്. പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കേണ്ടത് നിർബന്ധമാണ്. കുറച്ചധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റോക്കാണ് ഇപ്പോൾ. അത് എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തരിയെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വെജിറ്റബിൾ സ്റ്റോക്കിന് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം. സൂപ്പ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാലും ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി സവാളയേ ഉള്ളൂ. പിന്നെ സ്വീറ്റ് കോർണാണ്, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞതും. എന്നിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ അത് ഉപയോഗിച്ചത്. നമ്മൾ ഇട്ട് കൊടുത്തുള്ള വെജിറ്റബിളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചുള്ള വെജിറ്റബിൾ സ്റ്റോക്കില്ലേ, ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾ സ്റ്റോക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു അല്പസമയം ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലോർ മാവ് എടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കോൺഫ്ലോർ മാവ് മിക്സ് ചെയ്ത് അത് ചേർത്തി കഴിഞ്ഞാലാണ് സൂപ്പിന് അതിൻ്റേതായ ഒരു കൺസിസ്റ്റൻസി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ മാവ് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് 2-3 തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ തിക്നെസ് വേണോ ആ രീതിയിൽ ആവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് കട്ടിയാവുന്ന വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് കുടിക്കുന്ന സമയത്ത് ഒന്നും കൂടി ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായി വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പാകാക്കിയെടുക്കുക. എന്നിട്ട് ഈ സൂപ്പിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സൂപ്പ് ഇഷ്ടപ്പെടാത്തവർ പോലും കുടിച്ചു പോകും. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.